ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൂം ടൂർ ആണ് കേട്ടോ. അങ്ങനെ വലുതായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെ തുടങ്ങിയാലോ? ഫ്രണ്ട്സ്, ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് ഞാൻ എന്തൊക്കെയാണുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയാം. റൂമിൽ നമ്മൾ പെയിൻറ്റും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല, വൈറ്റ് വാഷ് മാത്രമാണ് അടിച്ചിട്ടുള്ളത്. പെയിൻറ്റും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അടിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. പിന്നെ എൻ്റെ അത് കൂടുതലായിട്ടും ഉള്ളത് നമ്മൾ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇത് ഇതുപോലൊക്കെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ മുകളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തൊക്കെയാണുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇത് കണ്ടില്ലേ, സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഒരു മിക്കി മൗസിനെ വരയ്ക്കാൻ നോക്കിയാണ് കേട്ടോ. ഇത് പക്ഷേ കറക്റ്റായിട്ട് ഒത്തില്ല. പിന്നെ എനിക്ക് കളയാനും പറ്റിയില്ല. പിന്നെ അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഇത് കളയാനും ഞാൻ നിന്നില്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വാളിൽ വരച്ചേക്കുന്ന പിക്ചർ ഞാൻ വരച്ചാണ് കേട്ടോ. ഇത് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്കിടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. ഞങ്ങളുടെ റൂമിൽ അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. റൂം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് വരച്ച് നോക്കിയതാണ്. ഗൂഗിളിൽ നിന്ന് ഒരു പിക്ചർ എടുത്തിട്ട് വരച്ച് നോക്കിയതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. പക്ഷേ അവസാനം ഇങ്ങനെ ഒരു ലുക്കിൽ കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ കൊള്ളാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഒരു ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ടേബിളിൽ നമ്മൾ അതുപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ മെയിനായിട്ട് എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന ഓരോ ബോട്ടിലും ഞാൻ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ബോട്ടിലിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കയറി കാണാനും കൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഈ റൂമിൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ആദ്യം തന്നെ ആ ഒരു പ്ലാന്റ്സിലോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു എനർജി ഉണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പ്ലാന്റ്സ് കണ്ടാലും അതൊക്കെ ഈ റൂമിൽ വെക്കാൻ പറ്റിയതാണെങ്കിൽ ഇങ്ങനെ റൂമിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഞാൻ ഓരോ ബോട്ടിലും അതുപോലെ തന്നെ ചില ബോട്ടിൽസിനോടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടമാണ്. അത് ഇഷ്ടമാവുന്ന ടൈമിൽ തന്നെ ഞാനത് സൂക്ഷിച്ച് വെക്കാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ബൾബാണ് കേട്ടോ. അപ്പോൾ LED ബൾബാണേ. അപ്പം ഞാനിതൊരു മഷ്റൂം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ കാണുന്ന ഒരു ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി പറയുകയാണ്, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക കേട്ടോ. പിന്നീട് നമുക്കിത് ഇവിടെ വരുന്ന ഒരു കുട്ടി ബെഡാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ബെഡ് കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ബെഡിൻ്റെ മുകളിലായിട്ട് ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. അവിടെ ഞാനൊരു പാണ്ടനെയാണ് വരച്ചിരിക്കുന്നത്. എനിക്ക് പാണ്ടനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അത് കൊള്ളായിരുന്നു. പിന്നെ ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂമിന് സൈഡിലായിട്ട് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ബാത്റൂം ഒന്നും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഫ്രെയിം ഉണ്ട് കേട്ടോ. ഒരു നേച്ചർ എൻ്റെ ഒരു ഫ്രെയിം ഉണ്ട്. ഇത് കുറേ നല്ലതായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അവിടെ ഒരു സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ പോലെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ വീടുകളിലുള്ള പോലെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ റൂം ടൂർ എന്ന് പറയുന്നത്. വലുതായിട്ടൊന്നുമില്ല. ഇങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങളും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ.